ഈ ഫോട്ടോയിൽ സീസർ എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അത് കാണുമ്പോൾ തന്നെ ജൂലിയസ് സീസർ ആണെന്ന് നിങ്ങൾക്കറിയാം. എങ്ങനെ അറിയാം? ജൂലിയസ് സീസറിന്റെ കാലത്തു നിന്നുള്ള പ്രതിമകൾ കിട്ടിയിട്ടുണ്ട്, അയാളുടെ കാലത്തു നിന്നുള്ള കോയിൻ കിട്ടിയിട്ടുണ്ട്, അതിൽ അയാളുടെ പടമുണ്ട്, അയാളുടെ ടൈറ്റിൽ ഉണ്ട്. ഈ ജൂലിയസ് സീസർ എന്ന് പറഞ്ഞ വ്യക്തി നടത്തിയിട്ടുള്ള യുദ്ധങ്ങൾക്ക് തെളിവുണ്ട്, അയാൾ നടത്തിയിട്ടുള്ള ബ്യൂറോക്രാറ്റിക് പരിഷ്കാരങ്ങൾക്ക് തെളിവുണ്ട്. ഇത്രയൊക്കെ ചെയ്തിട്ടുള്ള ഒരാൾക്ക് അയാളുടെ ചരിത്രപരത തെളിയിക്കാൻ വേണ്ടി ഈ 10 മാനുസ്ക്രിപ്റ്റിന്റെ ആവശ്യമുണ്ട്. നമുക്ക് 10 എന്നുള്ള നമ്പർ ഒന്ന് ഫോക്കസ് ചെയ്യാം. ജൂലിയസ് സീസർ ജീവിച്ചിരുന്ന കാലത്താണോ ഈ 10 എഴുതിയിട്ടുള്ളത്? അറിയില്ല. 100 വർഷത്തിനകത്താണോ എഴുതിയിരിക്കുന്നത്? അറിയില്ല. അപ്പൊ കാലഘട്ടത്തിന്റെ ബേസിസിൽ മാത്രമേ 10 എന്നുള്ള നമ്പറിന് പ്രാധാന്യം ഉണ്ടാകത്തുള്ളൂ. യേശുവിന്റെ ചരിത്രപരതയല്ല, ഈ 24,000 എന്നുള്ള നമ്പറാണ് ഞാൻ ചോദ്യം ചെയ്യാൻ പോകുന്നത്. യേശു ജനിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ 500 വർഷം നോക്കാം. പുതിയ നിയമം 1ഉം 2ഉം നൂറ്റാണ്ടിലായി എഴുതപ്പെട്ടു. അത് എഴുതിയത് ഗ്രീക്കിലാണ്. അതിന്റെ ഏതെങ്കിലും ഒറിജിനലുകൾ ഇന്ന് അവൈലബിൾ ആണ്? അല്ല. അതിന്റെ കോപ്പികൾ അല്ലെങ്കിൽ കോപ്പികളുടെ കോപ്പികൾ മാത്രമാണ് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത്. ആദ്യത്തെ നൂറ്റാണ്ടിൽ നിന്ന് എത്ര എണ്ണം കിട്ടി ചാക്കോ മാഷേ? അങ്ങനെ ആദ്യത്തെ 500 വർഷം കൊണ്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് 200 മാനുസ്ക്രിപ്റ്റ്, 24,000 അല്ല. ഞാൻ മാനുസ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും വലിയ ബുക്കുകളാണ്. അല്ല. നമുക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും ഏർലിയസ്റ്റ് മാനുസ്ക്രിപ്റ്റ് P52 അതാണ് ഈ കാണിച്ചേക്കുന്നത്. പിരിവിന് വരുമ്പോൾ കിട്ടുന്ന ഒരു റെസീറ്റിന്റെ വലുപ്പേ ഉള്ളൂ ഈ മാനുസ്ക്രിപ്റ്റിന്. ഇതേപോലത്തെ വളരെയേറെ മാനുസ്ക്രിപ്റ്റുകളുണ്ട്. എന്നാൽ ബുക്കിന്റെ രൂപത്തിലുള്ള മാനുസ്ക്രിപ്റ്റുകളും കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് വരുന്നത് 4ാം നൂറ്റാണ്ടിൽ നിന്നാണ്. കോഡെക്സ് വാറ്റിക്കനസും കോഡെക്സ് സൈനറ്റിക്കസും ഈ പുസ്തകങ്ങളും ഇന്നത്തെ ബൈബിളും കൂടെ താരതമ്യം ചെയ്യുമ്പോൾ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്താ മനസ്സിലായത്? പുതിയ നിയമത്തിന്റെ ഒറിജിനലുകളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. ഉള്ളത് കോപ്പികളുടെ കോപ്പികൾ. യേശു ജീവിച്ചതിന് 120 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ന് നമ്മുടെ കയ്യിലുള്ള ഈ റെസീറ്റിന്റെ വലുപ്പമുള്ള മാനുസ്ക്രിപ്റ്റ് നമുക്ക് കിട്ടുന്നത്. എന്ന് വെച്ച് ബുക്കുകൾ നേരത്തെ എഴുതിയിട്ടില്ല എന്നല്ല പറയുന്നത്, ഇന്ന് നമ്മുടെ കയ്യിലുള്ള തെളിവ്. ആദ്യത്തെ 500 വർഷത്തിനകത്ത് നമുക്ക് ആകെ ഉള്ളത് 200ഓളം മാനുസ്ക്രിപ്റ്റും ഈ കോഡെക്സ് വാറ്റിക്കനസും കോഡെക്സ് സാന്റിക്കസും എന്നുള്ള 2 കോഡെക്സുകളുമാണ് ഉള്ളത്. എന്നാൽ അവയ്ക്ക് തന്നെ ഇന്നത്തെ ബൈബിളുമായിട്ട് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ എവിടുന്നാണ് ഈ 24,000 വന്നത്? അപ്പോളജറ്റിക്സ് മീഡിയയ്ക്ക് മാത്രം അറിയാം.